ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഇൻസ്റ്റാ 360 ബ്രാൻഡിൻ്റെ 1x2 എന്ന് പറഞ്ഞ ആക്ഷൻ ക്യാമറ ആയിട്ടാണ്. വെറും ആക്ഷൻ ക്യാമറ അല്ല, സൂപ്പർ ഫൺ ആക്ഷൻ ക്യാമറ എന്നാണ് പറയാം. ഇന്ന് ഈ ക്യാമറയുടെ അൺബോക്സിങ്ങും പിന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. ഇതൊരു 360 ക്യാമറയാണ്. 360 ക്യാമറ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയിൽ, അതായത് മുകളിലും താഴെയും വലതും ഇടതും മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത ഫ്രെയിംസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന രീതി. മറ്റ് ഡീറ്റെയിൽസിന് മുമ്പ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ? അപ്പോൾ ഗൈസ്, ആദ്യം അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്നത് ഇൻസ്റ്റാ 360 ക്യാമറ തന്നെയാണ്. ക്യാമറ എടുത്ത് കയ്യിലേക്ക് പിടിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സൈസിനെ കുറിച്ചാണ്. പോക്കറ്റ് ഫ്രണ്ട്ലി ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ഡിസൈനിൽ ഇവർ 2 സൈഡിലും ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, റൗണ്ടഡ്. പിന്നെ ഇതിന് 4 മൈക്സ് വരുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 2 സൈഡിലും ഒരേപോലെ ക്യാമറ വരുന്നതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷനാണ്. ഒരു സൈഡിലാണെന്ന് വെച്ചാൽ പവർ ബട്ടണും സ്പീക്കറും കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡിലാണെങ്കിൽ ചാർജിങ്ങിനുള്ള സ്ലോട്ടും പിന്നെ SD കാർഡും പിന്നെ ബാറ്ററിക്കുള്ള സ്ലോട്ടുമാണ്. പിന്നെ ഇതിനോടൊപ്പം വരുന്ന ഒരു ചാർജിങ് കേബിളാണ്. അതിനോടൊപ്പം തന്നെ കമ്പനി തന്നെ ഒരു പൗച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പൗച്ചിൻ്റെ യൂസ് എത്രത്തോളം എന്നുള്ളത് അത് ഇതിൻ്റെ ക്യാമറ 2 സൈഡിലും ബൾജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും പൗച്ചിലിട്ട് കീപ്പ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ക്രാഷസും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇതിൽ മറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ പേപ്പേഴ്സും പിന്നെ ഇവർ തന്നെ ഒരു ക്ലോത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്യാമറയുടെ യൂസ് മുഴുവനായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ബുള്ളറ്റ് ടൈം ബണ്ടിൽ എന്ന് പറഞ്ഞ ഒരു ഇൻവിസിബിൾ സ്റ്റിക്കും പിന്നെ ട്രൈപോഡായിട്ടുള്ള ഒരു ബണ്ടിൽ നമ്മൾ ഒപ്പം വാങ്ങേണ്ടതാണ്. ഈ ഇൻവിസിബിൾ സ്റ്റിക്ക് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റിക്ക് നമുക്ക് ഡിസപ്പിയർ ആവും കേട്ടോ വീഡിയോയിൽ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ആ ആംഗിളിൽ എങ്ങനെ അത് ഷൂട്ട് ചെയ്തെന്ന്. അതിൻ്റെ ഒക്കെ പിന്നിലെ വൺ ഓഫ് ദ മെയിൻ സീക്രട്ട് ആണ് ഈ ഇൻവിസിബിൾ സ്റ്റിക്ക്. ഇതിനോടൊപ്പം തന്നെ ട്രൈപോഡ് പോലെ യൂസ് ചെയ്യാനും പിന്നെ ബുള്ളറ്റ് ടൈം ഷോട്ട്സ് ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ക്യാമറ ബുള്ളറ്റ് ടൈം ബണ്ടിൽ 2ലാണെങ്കിലും ഊരാനും ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. സ്ക്രൂയിങ് മെത്തേഡാണ്. സ്റ്റിക്കിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് 360 വീഡിയോസ് എടുക്കാം. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ വാങ്ങിയ ഈ സ്റ്റിക്കിന് ഇത്രത്തോളം ലെങ്ത്താണ് വരുന്നത്. ഇതിനേക്കാൾ ലെങ്ത്ത് കൂടിയ സ്റ്റിക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിലൊക്കെ യൂസ് ചെയ്തതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോൺ ഷോട്ട് ചെയ്ത പോലെ. പിന്നെ ഈ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടായി കയറിപ്പോവും. നമ്മൾ 1 ടൈം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഓൾ ത്രൂ ആപ്പ് വഴിയാണ്. ഇൻസ്റ്റാ 360യുടെ ആപ്പ് ആൻഡ്രോയിഡ് സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പ് തുറക്കുമ്പോൾ നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്കായിട്ട് കുറച്ച് ഫീഡ് ആപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ബോട്ടം ലൈൻ സെൻട്രലായിട്ട് കാണുന്ന യെല്ലോ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ആയിട്ട് ഇത് കണക്റ്റ് ആവും. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് ആണിത്. ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. ഒരു വീഡിയോ എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഫ്രീഡം തരുന്നുണ്ടെന്ന് ഇതിൻ്റെ എഡിറ്റിംഗ് ടൂൾസും ഓപ്ഷൻസും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കംപ്ലീറ്റ്ലി ഫ്രീഡം തരുകയാണ്. അതായത് നമ്മൾ എടുത്ത വീഡിയോ 9:16 16:9 മറ്റു ഫ്രെയിംസിലോ നമുക്ക് പിന്നീട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ 360 മോഡിൽ എടുത്തു കഴിഞ്ഞാൽ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ഷൂട്ട് ആവുമെന്ന് പറഞ്ഞില്ലേ. ഈ സ്ക്രീൻ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ നോക്കൂ, കംപ്ലീറ്റ്ലി മുകളിലും താഴെയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഫ്രെയിം പോയിന്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വീഡിയോ ഷെയ്ക്ക് ആവാന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. പിന്നെ ഏത് പൊസിഷനിൽ ഷൂട്ട് ചെയ്യുന്നത് പറയുന്നതും ഒരു പ്രശ്നമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ഇത് സൂപ്പർ ഫൺ ആക്ഷൻ ക്യാമറ ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഹൈൻഡ് ദ സീൻ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് 2 ക്യാമറയിലും വൈഡ് ആയിട്ട് എടുത്ത് അത് ഫ്രെയിംസ് സ്റ്റിച്ച് ചെയ്ത് ഇൻവിസിബിൾ സ്റ്റിക്ക് ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആക്കി ഇത്രയും എഡിറ്റിംഗ് ടൂളും നൽകി നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്താന്ന് ഒരു വീഡിയോ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇതിൽ മാക്സിമം 5.7K റെസൊല്യൂഷൻ വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. വൺസ് നമ്മളെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പോർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിൽ നമുക്ക് പിന്നീട് അത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഒരു കേസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ 10 മീറ്ററോളം വാട്ടർ പ്രൂഫ് എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. 4 മൈക്കോടുകൂടി 360 സറൗണ്ടിൽ ഇതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ ഇതിന് ബെസ്റ്റ് ആക്ഷൻ ക്യാമറ ആക്കുന്നത് ഇതിൻ്റെ ഫ്ലോ സ്റ്റേറ്റ് സ്റ്റെബിലൈസേഷൻ തന്നെയാണ്. 1630 mAh ബാറ്ററിയിൽ മാക്സിമം 5.7K എടുക്കുകയാണെങ്കിൽ 90 മിനിറ്റ്സോളം റെക്കോർഡിങ് കിട്ടും. പിന്നെ റെസൊല്യൂഷൻ കുറക്കും തോറും ബാറ്ററിയുടെ ലൈഫ് എക്സ്റ്റെൻഡ് ആവും. നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് ബ്ലൂ ഇൻഡിക്കേറ്റിംഗ് ലൈറ്റ് കാണും. അത് സ്റ്റാൻഡ് ബൈക്കും. പിന്നെ റെഡ് കത്തുകയാണെങ്കിൽ അത് റെക്കോർഡിംഗ് മോഡാണ്. ക്യാമറയിൽ കൊടുത്തിട്ടുള്ള സർക്കിളിലുള്ള സ്ക്രീൻ ടച്ച് സ്ക്രീനാണ്. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാം. പിന്നെ റിയൽ ടൈം ആപ്പ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഫോണിലും കാണാൻ പറ്റും.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻസ്റ്റാ 360 1x2 വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ ദായിസ് അബ്ദുൾ സൈനിങ് ഓഫ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം സബ്സ്ക്രൈബിലൂടെയും ലൈക്കിലൂടെയും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.